നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കല്ലുകെട്ട 3 നീർച്ചാലുകളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴക്കാലമായാൽ ഈ നീരൊഴുക്ക് തടസ്സപ്പെടുകയും പ്രദേശവാസിയായ ജിജി ഡാനിയലിന്റെ വീടും പരിസരവും വെള്ളക്കെട്ടാൽ നിറയും. ഇങ്ങനെ വെള്ളക്കെട്ടുകൾ നിറയുമ്പോൾ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാവുകയാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഡിജി ഡാനിയൽ പറയുന്നത്. വയലിനകത്തുള്ള ഈ വെള്ളച്ചാൽ അടച്ചുകൊണ്ട് പഞ്ചായത്ത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തി. മണ്ണിടുന്നതിന് മുമ്പായിട്ട് അവർ എൻ്റെ ഇവിടെ നിറഞ്ഞു കിടക്കുന്നതും മുകളിൽ നിന്ന് വരുന്നതുമായ വെള്ളം, ഈ വസ്തുവിനകത്ത് വന്ന് നിറഞ്ഞു കിടക്കുന്ന ഈ വെള്ളം, അത് പോകാനുള്ള ഒരു സൊല്യൂഷൻ, നീരൊഴുക്ക് നേരെ നല്ല രീതിയിൽ പോകാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവരിവിടെ മണ്ണിടുമെന്ന് പറഞ്ഞു. ഇന്ന് കാലത്ത് അവർ മണ്ണിടാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് വന്നു. എനിക്ക് എൻ്റെ വസ്തുവിനകത്തുള്ള വെള്ളം പഴയതുപോലെ തന്നെ വിട്ടുതരാൻ അധികൃതർ അത് എനിക്ക് ഉറപ്പ് തന്നതുപോലെ തന്നെ അത് സാധ്യമാക്കി തരണം. എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ഈ വെള്ളം കെട്ടിക്കിടക്കരുത്. അവർ എന്നെ അറിയിക്കാതെ ഞങ്ങളില്ലാത്ത ദിവസം ഇത് കെട്ടിയടച്ചുണ്ടെന്ന് പോയി. വർഷങ്ങളായിട്ടുള്ള ഈ വയലുള്ള കാലം മുതലുള്ള ഒരു വെള്ളച്ചാലാണിത്. അവർ കെട്ടിയടച്ചിട്ട് ഞങ്ങളില്ലാത്ത സമയത്ത് കെട്ടിയടച്ചിട്ട് പോയി. ഇതിപ്പോൾ കെട്ടിക്കിടന്നിട്ട് കൂത്താടിയും കൊതുവുമായിട്ട് ഞാൻ കൂടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം അധികൃതർ കണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെങ്കിൽ ഇനി മഴ വരാൻ പോകണം. മഴ വന്നു കഴിഞ്ഞാൽ ഇത് കായൽ മാതിരിയാവുകയും ഞാൻ കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷയാണ്. ഇവർ കെട്ടുന്നതിന് മുമ്പായിട്ട് ഈ കലങ്ങിനടിയിൽ കൂടെ സുഗമമായിട്ട് വെള്ളം പോകും, അതുവഴിയും സുഗമമായിട്ട് വെള്ളം പോകും. ഇവർ കലങ്ങിന് വേണ്ടി കല്ലിറക്കി ഇവിടെ അടയ്ക്കുകയും, മനസ്സിലായില്ലേ, ഇവിടെ അടച്ചതിന് ശേഷം ഈ മണ്ണെല്ലാം കൂടെ വന്ന് വീണ് തോടങ്ങ് നികന്നു. അന്ന് അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് തോട് കോരി ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പം വെള്ളമെല്ലാം കൂടെ വന്ന് ഈ ഭാഗത്ത് വന്നിട്ട് പൊങ്ങിയിട്ട് എൻ്റെ വീട്ടിന് വെള്ളം പിടിക്കുക. ഏത് നിമിഷവും അത് ഈ വെള്ളം അടിയിൽ കൂടെ വന്നാൽ എൻ്റെ വീട്ടിനൊരു കുഴപ്പമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തോടും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരണമെന്ന് ഈ വന്നു പോയി. നീരൊഴുക്ക് അത് ഒന്നും അതിനെപ്പറ്റി ഒന്നും അവർ സംസാരിച്ചില്ല. അവരുടെ ഉദ്ദേശം ഈ വഴി മാത്രം കെട്ടുക എന്നുള്ളതാണ്. നീരൊഴുക്കിനെ പറ്റി അവർക്ക് യാതൊരു ഉദ്ദേശമില്ല. 2-3 മഴ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം എങ്ങോട്ട് പോകും? ഇവിടെ വന്ന് കെട്ടിക്കിടന്നിട്ട് പൊങ്ങി അങ്ങോട്ട് കയറും. ഈ ഒരു അവസ്ഥയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കൊടുത്തിട്ടുണ്ട്. ഇത് അവർ എനിക്കെതിരെ ഈ വഴി കെട്ടരുതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പരാതികൾ അവരെല്ലാം വന്ന് നോക്കി, അവരെല്ലാം കണ്ടിട്ട് പോയതാണ്. അവരെല്ലാം പറയുന്ന നീരൊഴുക്ക് തടസ്സപ്പെടുത്തരുതെന്നാണ് അവരെല്ലാം പറയുന്നത്. പക്ഷേ അവർ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. പോലീസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പോലീസുകാർ വന്ന് കണ്ടതാണ്. വന്നപ്പോഴും അന്ന് SI അദ്ദേഹം പറഞ്ഞത് ഈ യാതൊരു കാരണവശാലും ഇത് കറക്റ്റായിട്ട് നീരൊഴുക്ക് നടത്തി വിടണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ പഞ്ചായത്ത് അധികൃതർ അവരാണ് പ്രശ്നം. അവർ ഇങ്ങോട്ടൊന്നും വരുമൊന്നുമില്ല. ഇതാ ഒരു 2 മരം വേരില്ലാതെ നിൽക്കുന്നു. ഏത് സമയത്തും പറഞ്ഞു വിടുക. അത് അപേക്ഷ കൊടുത്തിട്ട് പോലും അവർക്ക് യാതൊരുവിധ അനക്കവും പഞ്ചായത്തിനില്ല. ഈ വെള്ളം സുഗമമായിട്ട് പോകണം. അതേപോലെ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോകാനുള്ള ഈ വഴി ഉണ്ടാക്കുന്നതിന് തടസ്സമല്ല, ഒരു തടസ്സവുമല്ല. ഈ വെള്ളം ഒഴുക്ക് തടയാതിരുന്നാൽ മാത്രം മതി. ഈ വെള്ളം എനിക്ക് കറക്റ്റായിട്ട് പോകണം. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീടും പരിസരം കായൽ മാതിരിയായിപ്പോവും. ഇവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് ഇടിഞ്ഞു വീഴും. ഇതുണ്ടാവാതെ എത്രയും പെട്ടെന്ന് ഈ തോട് ക്ലിയർ ചെയ്യുകയും എൻ്റെ അവിടുത്തെ വയലിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ പോകുന്ന രീതിയിലാക്കി തരികയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒഴുകാം ശുചിയായി പദ്ധതിയിലൂടെ നൂറുകണക്കിന് നീർച്ചാലുകൾ സർക്കാർ സംരക്ഷിക്കുമ്പോഴാണ് കുളത്തൂപ്പുഴ എയുടെയും അധികൃതരുടെയും ഈ നടപടി. പഞ്ചായത്ത് സെക്രട്ടറിക്കും RDOയ്ക്കും വീണ്ടും പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ജിജി ഡാനിയലും കുടുംബവും. സിറ്റി ന്യൂസ്, കുളത്തൂപ്പുഴ.